എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഓപ്പോ റെനോ 14 ഉപയോഗിക്കുന്ന വ്യക്തികൾ നേരിടുന്ന കുറേ പ്രശ്നങ്ങൾ. അതുമാത്രമല്ല, ഞാനും കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഞാൻ നമ്മുടെ ഓപ്പോൻ്റെ കസ്റ്റമർ സർവീസുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും അതേപോലെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവസാനമായി കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുള്ള വ്യക്തികളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടർച്ചയായിട്ട് ഓപ്പോൻ്റെ കുറേ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ വ്യക്തികൾ ഇനി ഒരു ഫോൺ വാങ്ങി എന്ന് പറഞ്ഞിട്ട് ബാറ്ററി ശരിയില്ല, അത് ശരിയില്ല, അതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കുറേ വ്യക്തികൾക്കത് ഇഷ്ടപ്പെടുന്നില്ല. അത് തീർച്ചയായിട്ടും സംഭവിക്കുന്നൊരു കാര്യങ്ങളാണ്. നമ്മൾ തുടർച്ചയായിട്ട് ഒരേ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്കത് വെറുക്കും. പക്ഷേ നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ പ്രശ്നം നമുക്ക് പ്രഡിക്റ്റ് ചെയ്തിട്ട്, അതായത് അടുത്തൊരു 10 ദിവസത്തേക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നടക്കും ഇല്ലത് പ്രഡിക്റ്റ് ചെയ്തിട്ട് ഒറ്റ വീഡിയോയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഷോർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു 50 സെക്കൻഡ് 30 സെക്കൻഡൊക്കെയാണ് ഉണ്ടാവാറ്. അത് ഓപ്പോ ഫോൺ എടുക്കുന്ന വ്യക്തികൾക്കും ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയണ വ്യക്തികൾക്കും ആ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും എന്ന് കരുതി മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇത്തരം വ്യക്തികളോട് പറയാമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മതി. അല്ല, നിങ്ങൾക്ക് വെറുപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല എൻ്റെ ചാനലിനെ ഫുൾ സപ്പോർട്ട് ചെയ്യണം എന്ന്. ഞാൻ വീഡിയോ ചെയ്യണത് എനിക്കൊരു താല്പര്യം ഉണ്ട്, ഇത് പറഞ്ഞു കൊടുക്കണം എന്ന്. അപ്പോൾ അത് താല്പര്യമുള്ള വ്യക്തികൾക്ക് മാത്രം നിന്നാൽ മതി. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ പല ബ്രാൻഡും പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് തരുന്നില്ല. വെറുതായിട്ട് 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും 3 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ കുറേ ആൾക്കാർ പല ബ്രാൻഡിനും കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അത്രയും കംപ്ലയിൻറ്റ് എന്തായാലും ഓപ്പോനെ പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫോൺ വാങ്ങിയിട്ട് 2.5 മാസത്തിന് മുകളിലായി. അപ്പോൾ എനിക്ക് ഈ ഒരു ഫോൺ വാങ്ങിയിട്ട് ഏകദേശം 3 അപ്ഡേറ്റ് വന്നു. അത് ഈ ഫോൺ എടുത്ത സമയത്ത് 1.3 GB ഒരു അപ്ഡേറ്റ് വന്നു. അത് കഴിഞ്ഞിട്ടൊരു 15-16 ദിവസം കഴിഞ്ഞപ്പോൾ 917 MB ഒരു അപ്ഡേറ്റ് വന്നു. പിന്നെ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഇന്ന് എനിക്കൊരു അപ്ഡേറ്റ് വന്നു. ഏകദേശം 933 MB ഒരു അപ്ഡേറ്റാണ്. അത് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റാണ്. ആ അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത് കുറേ സെക്യൂരിറ്റി ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ക്യാമറ ക്ലാരിറ്റി, ചില സ്ഥലത്ത് നമ്മൾ ക്യാമറ ക്ലാരിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഈ ഒരു അപ്ഡേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമില്ല. അത്യാവശ്യം ഈ അപ്ഡേറ്റ് പെട്ടെന്നായി. ആ അപ്ഡേറ്റ് ചെയ്ത് ഫോണിൽ നിന്ന് റിക്കവറായിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോണിൻ്റെ ബാറ്ററി ഹീറ്റിംഗ് ഏകദേശം ടെമ്പറേച്ചർ 38 ഡിഗ്രി ടെമ്പറേച്ചറായി. അത് നോർമലായിട്ടുള്ള ടെമ്പറേച്ചറാണ്. 40 വരെ നമുക്ക് നോർമലാണ്. അതിൻ്റെ മുകളിലേക്ക് പോയാലാണ് ഇത് പ്രശ്നം ഉണ്ടാവുക. ആ 38 ഡിഗ്രി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോൺ വെറുതെ വെച്ചാലും ശരി, ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യണ സമയത്തായാലും ശരി, ആ ടെമ്പറേച്ചർ എനിക്ക് ഫീൽ ആവാറുണ്ട്. നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഈ ഫോണിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, അപ്പോൾ ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ നമുക്ക് കുഴപ്പമില്ല. അത് ഫോൺ ഓണാക്കുന്ന സമയത്ത് ഒരു അപ്ഡേറ്റ് വന്നതാണ്. അത് ആൻഡ്രോയിഡ് അപ്ഡേറ്റഡ് എന്താണ് സംഭവം അറിയില്ല. അത് നമ്മൾ ചെയ്തു 1.3 GB ഒരു അപ്ഡേറ്റ്. അത് ചെയ്തപ്പോൾ ഞാൻ ഏകദേശം ഒരു 15 ദിവസം എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിക്കും. പിന്നെ പോരാത്തതിന് എൻ്റെ കയ്യിൽ മോട്ടോൻ്റെ ഒരു ഫോണുണ്ട്, അതും ഞാൻ ഉപയോഗിക്കും. രണ്ടും മാറി മാറിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് ബാറ്ററി ബാക്കപ്പ് ഏകദേശം 16 മണിക്കൂറിൻ്റെ അടുത്ത് എനിക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുമ്പോൾ 13 മണിക്കൂറും ഇല്ലെങ്കിൽ 20 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ആവറേജാണ് പറയുന്നത്. അതിൻ്റെ മുകളിലേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ആവറേജ് കണക്ക്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു അപ്ഡേറ്റ് വന്നു. ഏകദേശം 917 MB ഒരു അപ്ഡേറ്റ് വന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ. അത് വന്ന സമയത്ത് എനിക്കിപ്പോൾ ബാറ്ററി 8 മണിക്കൂറൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് തുടർച്ചയായിട്ട് ഉപയോഗിച്ച ആ ഒരു ടൈം അത് കുറേ കണ്ടിന്യൂസ് ആയിട്ട് പോയി. അപ്പോൾ ഈ 8 മണിക്കൂർ എന്ന് പറയുമ്പോൾ സ്ക്രീൻ ഓൺ ടൈം ഏകദേശം 12 മണിക്കൂർ ഇല്ലെങ്കിൽ 16 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് യൂസേജ് 8 മണിക്കൂറും സ്ക്രീൻ ഓൺ ടൈം ഈ ഒരു 16 മണിക്കൂർ ആ റേഞ്ചിൽ. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തലേ ദിവസം 10 മണിക്ക് ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരം 4 മണി ആണ സമയത്ത് നമ്മൾ വീണ്ടും ചാർജ് കുത്തേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഫോണിന് 9% ചാർജ് 8% ചാർജ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ടൊരു ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച നമുക്ക് പറയാം, എൻ്റെ ഫോണിൽ ശരിക്കും ഒരു 6 മണിക്കൂർ ഇല്ലെങ്കിൽ 5 മണിക്കൂർ ആ ഒരു റേഞ്ചിൽ എനിക്കിതിപ്പോൾ ഈ ഒരു ഫോണിൽ ബാറ്ററി കിട്ടുന്നുള്ളൂ. ഇതിനെക്കാട്ടും ബാറ്ററി ബാക്കപ്പ് എനിക്ക് കിട്ടുന്നുണ്ട് എൻ്റെ 4400 mAh 2.5 വർഷം പഴക്കമുള്ള മോട്ടോ ഫോണിൽ. അപ്പോൾ ഈ ഒരു പ്രശ്നം എനിക്ക് മാത്രമല്ല, ഞാൻ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ പല പ്രശ്നങ്ങൾ അതിലുണ്ട്. അതുപോലെ റീസെൻ്റായിട്ടൊരു വ്യക്തി എന്നോട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ഒരു ഫോട്ടോ അയച്ചു തന്നു. നോക്കുമ്പോൾ ആ ഫോട്ടോയിൽ ഒരു ഡോട്ട്, ഒരു നീല കളർ അല്ലെങ്കിൽ ഒരു പിങ്ക് കളർ ഡോട്ട്. അപ്പോൾ ഞാൻ വീഡിയോ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ വീഡിയോ കറക്റ്റായിട്ട് ആ ഒരു
നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഓൺ ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ഡോട്ട് ഒരു സ്കെച്ച് കൊണ്ട് മാർക്ക് ചെയ്ത ഉള്ളിട്ട്. പക്ഷേ അപ്പോൾ ലെൻസ് സ്വിച്ച് ചെയ്യുമ്പോൾ അത് മാറുന്നുണ്ട്. അതായത് നമ്മുടെ മെയിൻ ലെൻസിൽ നിന്ന് ടെലിഫോട്ടോ ലെൻസിലേക്ക് സ്വിച്ച് ആകുമ്പോൾ അത് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനെക്കുറിച്ച് ഞാൻ ആദ്യം നമ്മുടെ ഓപ്പോ സർവീസ് സെൻറ്ററുമായിട്ട് ഒരു മെയിൽ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. അയച്ച സ്ഥിതിക്ക് അവർ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞു. അതിനുശേഷം അവർ നമ്പർ എനിക്ക് തന്നു. ആ നമ്പറിൽ 7, 8, 9 മണി വരെ കോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ക്യാമറയിൽ പ്രോബ്ലം ഉള്ള വ്യക്തി അപ്ഡേറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു പ്രശ്നം വന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരെടുത്ത് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് പ്രോപ്പറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു വൈഫൈയിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നെറ്റ്വർക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്ഡേറ്റിൽ ബഗ്ഗും അല്ലെങ്കിൽ പുതിയ പുതിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ടാവും എന്നാണ് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് എന്നോട് പറഞ്ഞത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ എല്ലാവരുടെയും 5G ആണ്, ജിയോ എല്ലാവരുടെയും 5G കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇത്തരം പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള സർവീസ് സെൻറ്ററിലേക്ക് പോയി ഫോൺ കാണിച്ചാൽ എന്താണോ പ്രശ്നം അത് അവർ പരിഹരിച്ച് തരുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ കുറേ നേരം ഒരു 35 മിനിറ്റോളം നമ്മൾ കസ്റ്റമർ സർവീസുമായിട്ട് സംസാരിച്ചിരുന്ന ആ പ്രശ്നം ഈ പ്രശ്നം എന്തൊക്കെയാണ് ചോദിച്ചിട്ട് അവസാനം എൻ്റെ ഫോണിൽ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഫോൺ മാനേജർ ഒരു ഓപ്ഷൻ ഉണ്ട്, അതുവഴി അവർ നോക്കി. അതായത് ഒരു OTP ഒക്കെ തന്നപ്പോൾ ഞാൻ ആ OTP പറഞ്ഞു കൊടുത്ത് എൻ്റെ ഫോൺ അവർ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അവസാനം അവർ പറഞ്ഞു അവരുടെ സിസ്റ്റത്തിൽ നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞു. അതായത് ഹീറ്റിംഗ് പ്രശ്നങ്ങളുണ്ട്, ബാറ്ററി പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ എല്ലാം അവർ പറഞ്ഞു. അപ്പോൾ എന്നോട് അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം ഒരുപാട് ആപ്ലിക്കേഷനൊന്നും ഉപയോഗിക്കരുത്. പിന്നെ അതുപോലെ നമ്മുടെ ഫോണിലുള്ള ഫോൺ മാനേജർ എന്നൊരു ആപ്ലിക്കേഷനിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാനും അതേപോലെ ആൻറ്റിവൈറസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാനൊക്കെ പറഞ്ഞു. നമ്മളതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇപ്പോഴും ഈ ഒരു സ്ക്രീൻ ഓൺ ടൈം അല്ലെങ്കിൽ ഒരു ബാറ്ററി ബാക്കപ്പ് എനിക്ക് കിട്ടുന്നുള്ളൂ. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് നമ്മൾ ചെയ്തു. ഇപ്പോൾ ഏകദേശം ഫോൺ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം സ്മൂത്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ മുന്നേ ഉപയോഗിക്കാനെക്കാട്ടിലും ഇപ്പോൾ കുറച്ച് സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫുള്ളായിട്ട് ആയില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് മൂലം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ കുറേ വ്യക്തികൾക്ക് ഈ പറഞ്ഞ ക്യാമറ ക്ലാരിറ്റി മിസ്സാവൽ, അതുപോലെ തന്നെ ബാറ്ററി പ്രശ്നങ്ങൾ, ഇതാണ് ഏറ്റവും കൂടുതൽ. ഒന്നാമത് ക്യാമറ ക്ലാരിറ്റി മിസ്സാവുക, ഇല്ലെങ്കിൽ ബാറ്ററി പ്രശ്നം, ഇല്ലെങ്കിൽ ഹീറ്റ് ആവുക. ഈ ഒരു 3 പ്രശ്നങ്ങളാണ് തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഫോൺ യൂസ് ചെയ്യാൻ യാതൊരു പ്രശ്നം അങ്ങനെയൊന്നും തോന്നുന്നില്ല. അതുപോലെ വേറെ പ്രശ്നങ്ങളൊന്നും അവർക്ക് ഇല്ല. ഈ ഒരു 3 പ്രശ്നങ്ങളാണ് മെയിനായിട്ട് ആൾക്കാർ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സർവീസ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്ഡേറ്റ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ അപ്ഡേറ്റ് ഡിലീറ്റ് ചെയ്ത് റീ അപ്ഡേറ്റ് ചിലപ്പോൾ ചെയ്തു തരികയും അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ എന്തായാലും ഈ ഫോൺ അത്യാവശ്യം നല്ല തരംഗമായിട്ടുണ്ട്. ഈ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ തന്നെ ഫുൾ വീഡിയോസാണ്, ഫുൾ റിവ്യൂസാണ്. പക്ഷേ ആരും ഈ ഒരു ഫോണിലുള്ള പ്രശ്നങ്ങൾ ആരും പറയുന്നില്ല. അത് എന്താണ് കാരണം ചോദിച്ചാൽ നമുക്കറിയില്ല. ഇപ്പോൾ അത് പ്രൊമോഷനായിരിക്കും. പക്ഷേ നമ്മളങ്ങനെയല്ല, നമ്മൾ പ്രശ്നം എന്തായാലും പറയും. നമ്മൾ സ്വന്തം പൈസയ്ക്ക് വാങ്ങിയാലും ശരി, ബ്രാൻഡ് നമുക്ക് ഫ്രീ ആയിട്ട് റിവ്യൂ യൂണിറ്റിന് വേണ്ടി തന്നാലും ശരി, ഞാൻ ഇതിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറയും. അപ്പോൾ ഗൈസ് എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ ഫോൺ എടുക്കണ വ്യക്തികൾക്ക് വേണമെങ്കിൽ ഈ ഫോൺ എടുക്കാം. ഇതിനെക്കാട്ടും നല്ല ഫോൺ വേറെയും കുറേ ഉണ്ട്, നിങ്ങൾക്ക് അതും എടുക്കാം. ഈ ഒരു ഫോൺ 38,000 40,000 രൂപ കൊടുത്തിട്ട് ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളുടെ പിന്നാലെ നിങ്ങൾക്ക് അലയേണ്ടി വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു പൈസയ്ക്ക് നിങ്ങൾക്ക് വേറെ നല്ല ഫോണുകൾ ഉള്ളതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.